അണ്ണാ സ്നേഹം മാത്രം. ദിലൻ ദിനേശൻ BBA, ഫാദർ ദിനേശൻ D, O പോസിറ്റീവ്, മാനസം പുന്നമൂട് BO കൂടൽ. 2015 2018. പക്ഷെ ഞാൻ ഒരു വർഷമേ BBA പഠിച്ചിട്ടുള്ളൂ ഗൈസ്. ഞാൻ ഒരു വർഷമേ BBA പഠിച്ചിട്ടുള്ളൂ. ഇത് അന്നത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. ഈ സമയത്തുണ്ടല്ലോ മറ്റേ ഞാൻ വെളുത്തിട്ട് പാറണമെന്ന് പറഞ്ഞ് നടക്കണ സമയം കേട്ടോ. ഈ സമയത്ത് ഞാൻ മറ്റേ ക്രീമൊക്കെ മേടിച്ച് തേച്ച് എൻ്റെ മുഖമൊക്കെ പൊള്ളിച്ച സമയമാണ് സീരിയസ് ആയിട്ട്. ഈ സമയത്തുണ്ടല്ലോ ഇത് ഏതായിരുന്നു അന്നൊരു ക്രീം ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാവരും ഭയങ്കര റിസൾട്ട് ആണെന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നത്. മറ്റേ പാകിസ്ഥാനിലൊരു മഡോ എന്തോ ഉള്ളൊരു സാധനം, എന്തോ ഫൈസറോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടാ. ആ സാധനമൊക്കെ മേടിച്ച് തേച്ച് ഞാൻ മറ്റേ വെളുത്തിട്ട് പാറണം, വെളുത്തിരിക്കണം, മറ്റേ കറുത്തിരിക്കണത് ഭയങ്കര ഇതാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയമാണ്. കോഹ്ലി സെഞ്ചുറിയുടെ 60 ബോളി സെഞ്ചുറി. ഏതാ 2.1 കോടി ആൾക്കാർ വാച്ചിങ് ഹോട്ട്സ്റ്റാർ. വാട്ട് ദ ഫക്ക്. ഫൈസ അത് തന്നെ ഫൈസ 19.1 പോയി വിക്കറ്റ്. ഫൈസ അത് തന്നെ ഫെയർ അലവിലി ഒന്നുമല്ല. ഫൈസ അത് തന്നെ. അയ്യോ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത്. എന്ന് വെച്ചാൽ ഇങ്ങനെ വാസ്തവ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അത് മാറ്റി ഹാപ്പിനെസ് തരുന്നത് നിങ്ങളാണ്. താങ്ക് യു TVA ഫോർ ഗിവിംഗ് ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഹിന്ദി തമിഴ് ഏത് വേണേലും പാടാം. പച്ചപ്പാനന്ദത്തെ പുന്നാര പൂമുട്ടെ ഗൈസ് ഞാൻ എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് പോയിരിക്കും കേട്ടോ. ഇന്നലെ അറിയാമല്ലോ ചന്ദിമുഖൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഭയങ്കര ഹാങ് ഓവർ ഉണ്ട് എനിക്ക് കേട്ടോ. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് കാര്യമാക്കണ്ട. ഇതെല്ലാം നമ്മൾ It's just a random conversation between 24 years old jobless me and my dad. നല്ല കഴിച്ചോ? സമയത്ത് കഴിച്ചില്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? എങ്ങനെയുണ്ട്? നല്ല ഫുഡല്ലേ? TVA ഗോ ബാക്ക്. പുറകിലോട്ടോ ഒരു മിനിറ്റ്. ഇവിടെ വരെ പോകാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു ഇതിട്ടേക്കുക, മറ്റേ എന്തുവാ പറയണേ, സോഫ. ഇതിന്റെ പുറകിലോട്ട് അത് ഇനി സോഫ മാറ്റി ഇത് പൊളിക്കണം, ബാക്കിലത്തെ ഇത് പൊളിക്കണം. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞ ബ്രോ ആയിട്ട് ആളെ വിടുവോ അതോ ഞാനായിട്ട് ഇതാക്കണോ? ഇവിടെ വരെ മാക്സിമം ഗോ ബാക്ക് ഇവിടെ വരെ പറ്റത്തുള്ളൂ എനിക്ക്. ഓടാ അണ്ണാൻ പണി. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചെന്ന്. ഒരു മിനിറ്റ് ലൈവ് ഇട്ടരാം. Some notification can take away the sadness. റിവല്യൂ ലൈവ് നിങ്ങൾക്കൊക്കെ മോസ്റ്റ്ലി ഡിസ്കോഡിന്റെ നോട്ടിഫിക്കേഷൻ ആണല്ലേ ഇതിനേക്കാൾ മുമ്പേ വരുന്നേ? ലോക്കോയേക്കാളും മുമ്പേ വരുന്ന ഡിസ്കോഡിന്റെ നോട്ടിഫിക്കേഷൻ ആണല്ലേ നിങ്ങൾക്കൊക്കെ? അത് കൊള്ളാം. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സത്യമായിട്ടും കൈസ് ഞാൻ സീരിയസ്ലി പറയുക, ഈ മതങ്ങിയോ ഈ കൊച്ചു ഇത് അസ്രയേലാണെന്ന് സാത്താന്റെ. അയ്യോ ഞാൻ അറിയണത് പിന്നാട്ടാ. ഞാൻ ഇന്നലെ എന്താണ് അറിയണേ, ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഇതാണ് അസ്രയേലെന്ന്. ഞാൻ ഇത് ആൺചർക്കനാണെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ എന്തൊക്കെയാണോ ഇതിനോട് പറഞ്ഞത്. മിക്കവാറുണ്ടല്ലോ സാത്താനാണ് 2 ദിവസം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നെ കൊണ്ടുപോകുന്ന തോന്നേട്ടാ. ലൈവാ ജോക്കി കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണേ. സത്തം നോക്കിയല്ലേ പൊക്കിയല്ലേ? എന്തോന്ന് കേട്ടില്ല. സത്തം പൊക്കിയല്ലേ ജോക്കി? ഞാൻ പെങ്ങളെ പോലെ കാണുന്ന ഒരാളാണ് ജോക്കി. എന്റെ ഒരു സഹായിക്കണം ജോക്കി. ഞാൻ അറിയാതെ പറ്റിയതാ ജോക്കി.
എന്നെ രക്ഷിക്കണം ജോക്കി. നാരങ്ങയുടെ കാര്യമല്ല ജോക്കി എന്നെ ഒന്നും പറയല്ലേ പ്ലീസ്. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ജോക്കി. ഞാൻ ആർജർക്കനാണെന്നാ ജോക്കി വിചാരിച്ചേ. അയ്യോ അല്ല അങ്ങനല്ല, ഒന്നുമില്ല ജോക്കി. ജോക്കിക്ക് മനസ്സിലാവും. മനസ്സിലായില്ല ചുമ്മാ ജോക്കി. കഴിഞ്ഞിട്ട് വിളിക്കാം. അല്ലല്ല നീ ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് പോയത്? ഇല്ല ജോക്കി ഒന്നുമില്ല, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. ആരെ പറ്റിയാ പറഞ്ഞേ നീ? ഞാൻ ചുമ്മാ പറഞ്ഞത്. അയ്യോ ഒന്നുമില്ല, ഞാൻ ട്രോള് കാണട്ടെ. വിളിക്കാം. സോറി പറ. സോറി. സാത്താനെ നീ പെണ്ണാക്കിയില്ലേ? സാത്താനല്ല, അയ്യോ മാതങ്കി ഞാൻ ആണാക്കിയതാണ് ജോക്കി. സിനിമാറ്റിക് ജോക്കി ഈസ് ബാക്ക്. അതെ, സിനിമാറ്റിക് ജോക്കി ഈസ് ബാക്ക്. ഇനി ഇറക്കും ജോക്കിയുടെ ഫ്ലാറ്റ് ഇറക്കും. ഇനി ഇറക്കും. നിനക്കൊക്കെ എന്തിനു ചെയ്യാതിരിക്കണം? നിന്റെ അച്ഛനെ കൂടെ എഡിറ്റ് ചെയ്യിപ്പിക്കണേ പാട്ടി. ജോക്കി ഇറക്കും. ജോക്കി ഉള്ള പൈസ ജീവിതകാലത്ത് ഉണ്ടാക്കിയത് മൊത്തം ഈ സിനിമാറ്റിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. നീ ആരാ ചോദിക്കാൻ? വന്നിരിക്കണ് ഓക്കെ. അയ്യോ മന്തിയില്ല, അമ്പത്തൂരിന്റെ നല്ല ചന്തിയുണ്ട്. ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ് ആലോചിക്കണേ. മന്തിയില്ല, അമ്പത്തൂരിന്റെ ചന്തി ഉണ്ടെന്ന്. Babu English, POV, it's English class homies be like. Babu. Alle, you give me 10 food and you made me to carry you for 10 minutes and my 10 food gone, digested. I am only 45. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. Party. Tag that Kundan friend came for vacation. എന്താടാ മോനെ, സുഖമാണാ? കറക്റ്റ് ആ സമയത്ത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോക്കിയേ. മോനെ സുഖമാണാ? സുഖമാണോ നിനക്ക്? സുഖം. ഇനി അങ്ങോട്ട് സുഖത്തിന്റെ രാവുകളും ദിനങ്ങളും രാത്രികളും നിനക്ക് മനസ്സിലായോ? നീ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്. പച്ച മാറ്റിത്തരാം. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നവരെന്ന് വെച്ച് ഇങ്ങനെ പറയരുത് കേട്ടാ. എനിക്കത് നഷ്ടപ്പെടാനില്ല. പക്ഷെ അവനങ്ങനല്ല. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത് പയ്യനാണ്, മനസ്സിലായ? ദൈവീത് ഇങ്ങനത്തെ ഇതൊന്നും ഞങ്ങളെ പറ്റി അടിച്ചിറക്കാം. ഞങ്ങള് നല്ല ഫ്രണ്ട്സാണ്, മനസ്സിലായ? ഏത് പക്ഷേ അല്ല, ഞാൻ പറയാം, ഇതുപോലെ ഇപ്പൊ ഞാൻ ഈ കാണിച്ച പോലെ എല്ലാ കൂട്ടത്തിലും ഒരുത്തനുണ്ടാവും. ദേഹത്തോട്ട് അവനിങ്ങനെ സംസാരിക്കുള്ളൂ. അവന് പിച്ചണം, അവന് ചന്തിക്ക് പിടിക്കണം, അങ്ങനെ ഒരുത്തനുണ്ടാവും കേട്ടോ. എല്ലാ കൂട്ടത്തിലും ഒരുത്തനുണ്ട് അങ്ങനെ. ഞാൻ കുറെ എടുത്ത് കണ്ടിട്ടുണ്ട്, കുറെ എടുത്ത്. അങ്ങനെ ഒരുത്തനുണ്ട് ആ കൂട്ടത്തിൽ, എനിക്കത് ഉറപ്പാ. ദിസ് ഈസ് വൈ ഐ ലവ് യു, എ മെച്യൂർഡ് സ്വിമർ ആൻഡ് ഇൻസ്പിറേഷൻ ആൻഡ് പ്യുവർ സോൾ വാസോണ്. ഇതെന്തോ മറ്റേ ഇതോടെയാണ് ഞാൻ ബ്രോക്ക് ആയത് കേട്ടോ. ഞാൻ ബ്രോക്ക് ആയത്. റിസൾട്ട് വരുമ്പോ പീപ്പിൾ ഹു എക്സ്പെക്ടിങ് എക്സാം റിസൾട്ട് ജസ്റ്റ് ജയിച്ചു തോറ്റു എന്നൊന്നും കൺസിഡർ ചെയ്ത് ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്. എല്ലാവരും പറഞ്ഞെപ്പോഴും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് ജീവിതത്തിൽ ലൈഫ് ടൈം ടേണിംഗ് പോയിന്റ് ആണ്. +2 വരുമ്പോൾ ഇത് തന്നെ പറയും ടേണിംഗ് പോയിന്റ് ആണ്. ഡിഗ്രിക്ക് വരുമ്പോൾ ഇത് തന്നെ പറയും ടേണിംഗ് പോയിന്റ് ആവും. അത് കഴിഞ്ഞ് കല്യാണം വരുമ്പോൾ പറയും ടേണിംഗ് പോയിന്റ് ആണ്. ലൈഫ് ആവും മൾട്ടിപ്പിൾ ടേണിംഗ് പോയിന്റ്സ് ഗൈസ്. സോ അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഒരു റിസൾട്ടിൽ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും പിള്ളേരെല്ലാം ഹാപ്പി അല്ലേ എടാ? പക്ഷേ മറ്റേ ഗൈസ് നമ്മൾ ലൈവ് കാണുന്ന എല്ലാവരും മറ്റേ പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ പാസ്സായിട്ട് ആക്സിഡൻറ്റിൽ മരിച്ചു പോയില്ലേ ആ ഒരു പയ്യനെ. ശരിക്കും അത് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ അമ്മ ചെക്കൻ്റെ അമ്മ ബോഡി കൊണ്ടുവന്നപ്പം കൈയടിക്കുകയാണ് ചെയ്തത്. അതായത് അത്രയും പ്രൗഡായിരുന്നു ആ മോന് വേണ്ടിയിട്ട് ആ പേരൻസ്. അത്രയും പ്രൗഡായിരുന്നു ശരിക്കും. അത് കണ്ടപ്പം എന്തോ സാരംഗ് അല്ലേ, ആ സാരംഗ്. അപ്പം ഗൈസ് എല്ലാവരും ഒരു റെസ്റ്റ് ഇൻ പീസ് സാരംഗ്. ആൻഡ് ലൈക്ക് അവന് കുറേ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടാണ് പോയത്. ബട്ട്
ആ എടുത്ത ആ പഠിച്ച എഫേർട്ടിനും അല്ലെങ്കിൽ പഠിച്ച അത്രയും ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ ആ പാസ്സായതും എല്ലാം സമ്മതിച്ചു കൊടുക്കണം. ഹാറ്റ്സ് ഓഫ് ബ്രദർ, റെസ്റ്റ് ഇൻ പീസ്. അത് പറയണമെന്ന് തോന്നി ലൈവിൽ. ആ അമ്മയുടെ വിഷമം കണ്ടിട്ട് ശരിക്കും അത് കണ്ടിരിക്കാൻ പറ്റിയില്ല. അത് ഗസ് RIP സാരംഗ് ഇൻ ദ ചാറ്റ്. മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. It's a dangerous love affair. Can't be scared when it goes down. Got a problem? Tell me now. Only thing that's on my mind is who's gonna run this town tonight. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ഏത് സ്ഥലമാണിത്? യഥാർത്ഥത്തിലുള്ള സ്ഥലം ലോസ് ഏഞ്ചൽസ് ആണ് ആണെന്ന് തോന്നുന്നു. US-ലെ ലോസ് ഏഞ്ചൽസ് സൈഡ് അങ്ങനെയല്ല. Tell me now. Only thing that's ഈ റോഡ് വളഞ്ഞു പോണ ഫുള്ളും അങ്ങനെ തന്നെയാ. ആ കറക്റ്റ്. ഓഷ്യൻ ഹൈവേ യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ? ഓ ഉണ്ട്. ഓഷ്യൻ ഹൈവേ യഥാർത്ഥത്തിൽ ഓഷ്യൻ ഹൈവേ എന്ന് തന്നെയല്ലേ പറയണേ അതിന്? ആണെന്ന് സ്ഥലം തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. അല്ല ആണെന്ന് തോന്നുന്നു. വിഷയം കേട്ടാ. ഫ്രണ്ടിലോട്ട് പോകുമ്പോ ടണലുണ്ട്. എനിക്കിത് ചെവിയിലിരിക്കുന്നില്ലടേ, ഇത് തലയിൽ വെക്കേണ്ടി വരും. ഞാൻ ക്യാപ്പ് എടുത്ത് വെച്ചോട്ടെ, ഷൊട്ടയാവും. ഞാൻ ക്യാപ്പ് എടുത്ത് വെക്കാം ഗൈസ്, അതാണ് നല്ലത്. അല്ല എനിക്കിത് തലയിൽ ഞാൻ ഇന്നിയർ മേടിച്ചിട്ട് ഞാൻ ക്യാപ്പില്ലാതെ സ്ട്രീം ചെയ്യണതായിരിക്കും നല്ലത്. ഇത് തലയിലിരിക്കട്ടെ. ഓ അത് ശരിക്കും കാലിഫോർണിയ. ഓഷ്യൻ ഹൈവേ യഥാർത്ഥത്തിലില്ലേ? ഉണ്ട്. അത് ഞാൻ പറഞ്ഞ സാധനം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അണ്ണാ സോറി പറ. ആണോ? എന്നാ ഞാൻ വിട്ടില്ല. എന്നെ സംശയിച്ചതിനും എന്നെ പറ്റി മോശമായിട്ട് വർത്താനം പറഞ്ഞതിനും മാപ്പ് പറയണം. മാപ്പ് പറയണം. പറയാം അണ്ണാ. ഇന്ന് ഞാനും ഉണ്ടാവും ഈ വൈറ്റ് അണ്ണാ. ഇനി ഞാനും ഉണ്ടാവും ഈ വൈറ്റ് ട്രോൾസ് തട്ടകത്ത്. ഓ ഓക്കെ POV ഹോമി വെൻ ഐ ഇൻസൾട്ടഡ് ബൈ എ ഗേൾ. ഞാൻ വെറും ഊളനായി പോയ ദിവസമാണ് കേട്ടോ ഇത് ഞാൻ വെറും ഊളനായി പോയ ദിവസമാണ്. ഞാൻ ചീഞ്ഞു പോയി. എടാ ഒരു പെണ്ണ് ഇൻസൾട്ട് ചെയ്തതിനെന്ന് നമ്മൾ ഊളനാവുമെങ്കിൽ അതിലും വൃത്തിയായിട്ടൊരു ജീവിതം ഉണ്ടോ നമുക്ക്? സിഗ്മ ഒരുത്തി കളിയാക്കിയത് പറഞ്ഞു. അല്ല ഒരുത്തി ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നമ്മുടെ രോമത്തെ പോലെ ബാധിക്കാൻ പാടില്ല, മനസ്സിലായ? ഈഗിളാണോ സീമാൻ എൽഡർ? എന്നൊക്കെ 2 വയസ്സിന് മൂത്തവനാണ്. 10 ഓക്കെ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. സ്വയം അനുഭവിക്കുമ്പോ മനസ്സിലാവും. ഞാൻ പറയുന്നത് മെത്തയാ. സൂപ്പർ ഈ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ TV പറഞ്ഞ ചെറിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. ഇപ്പൊ എനിക്ക് TV പറഞ്ഞ ചെറിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു. TV പറയായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല, കാരണം ഇവരായിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. അച്ചോടാ ഇങ്ങനെ അല്ലല്ലോ കുമാരേട്ടാ നീ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ നീ ഇങ്ങനെ അല്ലല്ലോ കുമാരേട്ടാ പറഞ്ഞേ. ഞാൻ പറയുന്നത് മെത്തയാ. എനിക്കിനി അറിയേണ്ടത് ഗൈസ്, ഞാനൊരു കാര്യം എല്ലാവരുടെ അടുത്തും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സിറ്റിയിൽ നമ്മളൊരു ഗ്യാങ്ങായിട്ട് സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ ഈ പറയണത് പോലെ സിറ്റിയിലെ മൾട്ടിപ്പിൾ ഗ്യാങ്സും സിറ്റിസൺസും ഒക്കെ അവിടെ വന്നിരുന്ന് കൈ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് അല്ല നമ്മൾ പറയട്ടെ, ടോപ്പിൽ നിൽക്കുന്ന ഒരാളുടെ ഡൗൺ കാണാനായിരിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ TV ഇന്നലെ TV ഡൗൺ ആയപ്പം കൈ അടിച്ചപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര പേര് എത്ര നാളായിട്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു എഫേർട്ടാണെന്ന് അതൊന്ന് അല്ലേ? അല്ലേ? അതെനിക്ക് പറയാൻ വേണ്ടി ഇന്നലെ എനിക്ക് മനസ്സിലായി. ഇന്നലെ സിറ്റിയിൽ അണ്ണാ കുണ്ണാന്ന് വിളിക്കുന്നവന്മാരൊക്കെ ഇന്നലെ എന്തൊക്കെ വാർച്ചാറ്റിലും ബാക്കി POVകളിലും ഒക്കെ ഞാൻ കണ്ടു എന്ന് ഞാൻ നന്നായിട്ട് കേട്ടതാ. അതുകൊണ്ട് എനിക്ക് ഇന്നലെ മനസ്സിലായി സിറ്റിയിൽ ആരൊക്കെ നമ്മുടെ വീഴ്ച കാണാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ടി വിക്ക് ഒരു അണ്ടിത്തലയന്മാരെയും വേണ്ട സിറ്റിയിൽ വേറെ.
ഇവന്മാരുടെ ഒന്നും ഒരു ഓശാരവും ഞങ്ങൾക്ക് വേണ്ട. അതായത് കാണുമ്പോൾ മറ്റേ കുനിഞ്ഞു നിൽക്കാനും അണ്ണാന്ന് വിളിക്കണമെന്ന് നമ്മളാരും ആരുടെ പറഞ്ഞിട്ടില്ല. ആൻഡ് അങ്ങനെ അവിടെ കൺസിഡറേഷൻ നമുക്ക് തരുന്ന ഒരുപാട് സിറ്റിസൻസും ഉണ്ട്. ഇതേപോലെ ടി വിക്ക് ഇന്നലെ കണ്ടതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഒരു സിറ്റി മൊത്തം ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ടി വിക്ക്. എനിക്കത് 100% ഉറപ്പാണ്. ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആ സിറ്റിയിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ അടി കൊണ്ട് മെഴുകിയവന്മാരെല്ലാം ഒരുമിച്ച് മറ്റേ ജയിച്ചവനെടുത്ത് അച്ഛാ 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 പുഷ്പയ്ക്കൊക്കെ എൻ്റെ അമ്മോ അവന് റിയൽ ലൈഫിൽ അച്ഛനെ കിട്ടിയ സന്തോഷമായിരുന്നു. ഇന്നലെ അവന് റിയൽ ലൈഫിൽ അച്ഛനെ കിട്ടിയ സന്തോഷമായിരുന്നു. KVയുടെ അടുത്ത് പോയിട്ട് അപ്പാപ്പാ 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 ഇങ്ങനെ നടക്കുമായിരുന്നു അവൻ ഇന്നലെ അങ്ങനെ നടക്കുമായിരുന്നു ഇവനൊക്കെ. ഞാൻ കണ്ടു ഇന്നലെ ശരിക്കും. ഒരു സിറ്റുവേഷനിൽ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി ആരൊക്കെ നമ്മളെ മറ്റേ ഇതാക്കി താങ്ങി നടക്കുന്ന, അല്ലാതെ നമ്മുടെ ഡൗൺ കാണാൻ വേണ്ടിയിട്ട് ഇതാക്കി നടക്കണുണ്ടെന്ന് എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും പറയാനില്ല. അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പുണ്ടകൾക്കൊക്കെ ഉള്ളതല്ല നമ്മൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ തോറ്റത് നമ്മുടെ മിസ്റ്റേക്കിലാണ് എന്ന് ഞാൻ 100% പറയും. ഞാൻ പറയില്ല ഞങ്ങളുടെ മിസ്റ്റേക്കിലാണ് ഇന്നലത്തെ കളി തോറ്റ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇന്നലെ ഇവനല്ല പറഞ്ഞ വിൻസെൻ്റ് ആണോ ഇന്നലെ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഓക്കേടാ, അങ്ങനെയാണെങ്കിൽ. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ടീമിനെ താത്തുന്നത് പോലെയാണ്. ബാക്കിയുള്ളവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അവന്മാർക്കൊന്നും പറ്റാത്തത്, മനസ്സിലായേ? പിന്നെ സിറ്റി പോലും ഇല്ലാത്തവന്മാർ വാച്ച് പാർട്ടി ചെയ്ത് തുടങ്ങിയടേ. കുറച്ചൊക്കെ അരി അവർക്കൂടെ കൊടുത്തേരെ കൈസ്, പാവങ്ങളല്ലേ. കുറേ കാര്യങ്ങളൊക്കെ നോക്കിയതാണ്, കുറേ കാര്യങ്ങളൊക്കെ അവർ ട്രൈ ചെയ്തിട്ട്. ട്രെയിനൊക്കെ കയറി പോയ പയ്യന്മാരൊക്കെയാണ് എന്നിട്ടും പറയണ്ടത്. ഏറ്റവും വലിയ ഗ്യാങ് ഏതാ ഇവിടെ? അങ്ങനെ വലിയ ഗ്യാങ് ഒന്നുമില്ല. എന്നാലും ഏറ്റവും മെയിൻ ഗ്യാങ് ഏതാ? ഇതല്ലേ എന്താ എല്ലാവർക്കും അവരവരുടെ ഗ്യാങ് അല്ലേ മാലിക്ക് വലുത്. ചില ബ്രാൻഡുകൾ എങ്ങനെയാണെന്ന് അറിയാമോ? ചില ബ്രാൻഡ്സ് മാർക്കറ്റിങ്ങിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യും. ചില ബ്രാൻഡ്സ് ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് ആ ബ്രാൻഡിന് എന്നും ഒരു നെയിം ഉണ്ടാവും. ആ നെയിം ബൂസ്റ്റ് ചെയ്യാൻ വേറെ ആരുടെയും ഒരു ഇത് വേണ്ട നമുക്ക്, മനസ്സിലായ? അങ്ങനത്തെ ബ്രാൻഡ്സ് എപ്പോഴും നിൽക്കും. ആൻഡ് ദാറ്റ് ബ്രാൻഡ് ഈസ് TVA. നമുക്ക് പ്രൊമോഷൻസ് വേണ്ട, ഓട്ടോമാറ്റിക് വന്നു. That's what we earned, guys. Seriously, that's what we earned. എനിക്ക് അല്ലാതെ ഒന്നും പറയാനില്ല. കണ്ണാപ്പി, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ ഡിപ്രഷൻ അനുഭവിക്കാത്ത ഒരുത്തൻ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഡിപ്രഷനോളിൽ നിന്ന് വിളിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തന്തയില്ലായ്മ. അത് കണക്ക് വേറൊരു തന്തയില്ലായ്മ ഞാൻ കണ്ടിട്ടില്ല. സങ്കടം വന്നിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഇപ്പൊ ഈ ഡിപ്രഷനും സങ്കടവും സൈലന്റ് അറ്റാക്കണേ. എന്റെ അമ്മോ, ഒന്നും ചെയ്തില്ല, ജസ്റ്റ് 2 വീഡിയോ പ്ലേ ചെയ്തു. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നത്. ഹലോ ഞാൻ ലൈവില. ഹലോ കേക്കാവോ? എടാ നിന്നെ ആച്ചിപ്പട്ട്. ഹലോ ഹലോ ബ്രോ കേക്കാവോ? ബ്രോ ഞാൻ ലൈവിലാട്ടോ. ഓക്കെ ബ്രോ, ഓക്കെ. മറ്റേ മോഡറേറ്റർ പയ്യെ വിളിച്ചിട്ട് എന്ത് വരാൻ പറ്റത്തില്ല, ലൈവില് കണ്ടു, ലൈവിൽ വരാൻ പറ്റത്തില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. മറ്റേ പയ്യൻ അമൽ കൃഷ്ണൻ. മുഹമ്മദ് രമണൻ എക്സ് വാസു. സമ്മതിക്കൂല. ഹലോ അമൽ കൃഷ്ണൻ പറഞ്ഞോ. ഓക്കെ പോയിട്ടോ. ശരി. ഓക്കെ ശരി. ഓക്കെ. എൻ്റെ ഇടയിൽ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോഡറേറ്റേഴ്സ് എവിടെ ഉണ്ട്? കണ്ടോ, ഒരു ദിവസം വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു പറയും.
വിളിച്ചു പറയാം. ആ പയ്യൻ കണ്ട, ആ കൊച്ചു പയ്യനാ. എന്നിട്ട് പോലും അവന്റെ ആ ഒരു ഇത് കണ്ടാ. അതൊക്കെയാണ് മോഡറേറ്റേഴ്സ്, മനസ്സിലായ? ബുദ്ധിയില്ലാത്ത പിള്ളേരാട്ടാ. ഒന്ന് പറഞ്ഞാൽ രണ്ടര വെടി വെക്കുമാരൊക്കെ. നീ എന്തിനെ ആട്ടി ആട്ടി പോണേ? നിന്റെയൊക്കെ ആരാ? ഈ ഗാങ് കേറാതെ സിറ്റിസൺ ആയിട്ട് ഇപ്പോഴും നടക്കണം ഇതുകൊണ്ടാ, മനസ്സിലായ? ഇവ എന്ത് കിടലായിരുന്നു അറിയാവോടാ. എന്റെ അമ്മ ഇജാതി ക്യാരക്ടറായിരുന്നു കേട്ടാ. എനിക്ക് ഈ ഇടയ്ക്ക് റീസെന്റ് പരിചയപ്പെട്ടതല്ലേ ഏറ്റവും നല്ല. ഡേ എന്തൊരു അതെ 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 എല്ലാം മനസ്സിലാകുന്നുണ്ട്. സ്നാക്സ് ചേച്ചി ഹലോ ഹലോ. ഇതാര്? ഓ അണ്ണാ. ഏട്ടത്തിയമ്മേ. ഒന്നുമില്ല ഒന്നുമില്ല. എല്ലാരും സന്തോഷമായി. എടാ പപ്പടം പള്ളി ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടിയാ ഇമാരി അടി അടിക്കാൻ. ഒന്നുമിടാനാ. എടാ ഞാൻ സ്കൗട്ട് പണു. എടാ ഞാൻ ഏട്ടത്തിയമ്മ വിളിച്ചത്. നീ എന്തിനു പറയണേ? സ്കൗട്ട് ആണ് എന്റെ ബ്രദറാണോ? അതെ. എന്റെ 4 മാസത്തെ കാത്തിരിപ്പിന്റെ അവസാനം. അലീനക്ക് മറ്റേ അലീനെന്തെങ്കിലും 4 മാസത്തെ കാത്തിരിപ്പിന്റെ റൊമാൻറ്റിക് ആണത്. അയ്യോ എന്റെ 4 മാസത്തെ കാത്തിരിപ്പിന്റെ അവസാനം. എന്റെ ചന്ദ്രൻ എന്നോട് അലീന ഇതെന്താ ഇടയ്ക്ക് ശബ്ദമൊക്കെ വരുന്നേ? പാട്ടിലുള്ളതാ. കുടിക്കാൻ മഗ്, അടിക്കാൻ പോക്, എന്റെ ഹഗ്. എഡിറ്റേഴ്സ് ഉണ്ടോ? ലെജൻഡറി ആക്ടേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ്. സ്കിപ്പ് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ലെജൻഡറി ആക്ടേഴ്സ്. Someone, why does that dialogue have so much fans? The dialogue. പെണ്ണുണ്ടോന്നോ? എടാ എത്ര രൂപ വേണം നിനക്കൊക്കെ സിനിമാറ്റിക് എഡിറ്റ് ചെയ്യാൻ? എത്ര രൂപ വേണം? ഞാൻ ലിസ്റ്റ് തൊട്ട് പറയും കേട്ടാ. മലരോട്ട് ഇങ്ങോട്ട് ഞാൻ പറയും, മലരോട്ട് ഞാൻ ഇങ്ങോട്ട് പറയും. ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് നമുക്ക് RPയിൽ എഡിറ്റ് ചെയ്യാൻ. റിയൽ ലൈഫിൽ ഇല്ലെന്നേ ഉള്ളൂ. ബോട്ട് കപ്പിൾസ് ട്രൈങ് ടു സെലിബ്രേറ്റ് 1 year anniversary. ഓക്കെ. ഹലോ അലീന, ഇത് സീനൊന്നും ഇല്ല, ഇത് സരക്കുന്ന പെർമിഷനാ.
അതല്ലേ പറഞ്ഞ ധൈര്യം വരാൻ ഞാൻ താത്തിട്ടില്ലേ ഒരാഴ്ച പെണ്ണുങ്ങളെടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ? ഓ മലരല്ല മയിലാണെന്നാ. ഡേ ഇവരൊക്കെ പഴയ ഇതൊന്നും അറിഞ്ഞൂടാ. ഡേ പണ്ട് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു ചേട്ടാ, കടപ്പുറത്ത് ഞാനും മലരും, മനസ്സിലായ? ഓക്കെ A few minutes before. Telepathy. Oh, എലിപ്പണിയാ എലിപ്പനിയാടാ മയിരെ, ടെലിപ്പതി. ഈ അടുത്ത പാട്ടാണ് നീ എവിടെ തോന്നിപ്പോ? ഞാൻ ഉണ്ടായിരുന്നു. ഈ എലിപ്പനിയാ. ഇതാണ് ടെലിപ്പതി, മനസ്സിലായ? അവരുടെ മനപ്പുറത്ത് കണ്ട വെയിറ്റ് ഫോർ ഈച്ച് അതർ. അതെ റെഗുലർ വ്യൂവേഴ്സ് ഈഗിൾ മോഡ്സ് അടിക്കൂടാ എന്തായി എന്താവാൻ ഇവിടെ കാണാൻ വന്നിരി നോക്കാം. പിന്നെ അടിക്കൂന്ന് പറഞ്ഞാ മതി. അടിക്കൂ. വീട്ടിൽ നിന്ന് അടിക്കുന്ന കണക്കല്ല, നമ്മള് മാത്രം വിചാരിച്ച പോലെ ആൾക്കാരോട് വിചാരിക്കാം. ശരിയാ. എടാ ഇതുപോലെ വെടിക്കെട്ടായിരുന്നെങ്കിൽ നമുക്ക് സമയം പറയാമായിരുന്നു. ജൂനിയർ ആർമി. എടാ ഇതുപോലെ വെടിക്കെട്ടായിരുന്നെങ്കിൽ നമുക്ക് സമയം പറയാമായിരുന്നു. ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഞാൻ വാടാ നീ കണ്ടല്ലേ സത്യം. അണ്ണാ ഫസ്റ്റ് എഡിറ്റ് ആണ്, റിലേറ്റബിൾ ആണോന്ന് അറിയത്തില്ല. ടാഗ് ദാറ്റ് കലിപ്പൻ ഹോമി ഇൻ ഗ്യാങ്. ഇവിടെ സിറ്റുവേഷൻ നടക്കും. അവൻ വട്ടവടയിൽ പോയി കുറ്റി അടിച്ചിരിക്കണം. അവൻ അവന്റെ വട്ടവട. അലീന ഡിലീറ്റ്. ചേച്ചിയുടെ കൂടെ പോകോ രണ്ടൊന്നും തന്നെ. അയ്യോ റെസ്പെക്ട്. എന്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചിട്ട് പോത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും എന്താ പറയുന്നത്, അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടൊരു മറുപടി എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല. ഞാൻ ഇപ്പോഴും തുറന്ന് പറയാം. ആർ പിയിൽ എനിക്ക് കെ വി എന്ന് പറയുന്ന എൻ്റെ ഗ്യാങ്ങാണ്, എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ആർ പിയിൽ എനിക്ക് എൻ്റെ ഗ്യാങ്ങാണ് വലുത്. അതുപോലെ പുറത്ത് നിങ്ങൾ ഈ പറഞ്ഞ റാംജി റാവു എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്നിവിടെ ഇരുന്ന് ഒരു ഇതൊരു 1,00,000 രൂപയുടെ ഒരു സിസ്റ്റവും 3 മോണിറ്ററും ഒരു കസാരയൊക്കെ വെച്ചിരുന്ന് ആണ് സ്ട്രീം ചെയ്യുന്നത്. അതെൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല, അത് ഈ പറയുന്ന ബ്ലൈൻഡ് റിബലും ഈഗിളും, അല്ലാതെ പരുന്തുവാസവും സരക്കിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി രണ്ട് ഭാഗത്തും എന്തെങ്കിലും പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെന്തോ ചെയ്യണം, അത് ഇടപെടാതെ മാറിയിരിക്കണം. സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി എന്തെങ്കിലും അറിയാം. ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റെസ്പെക്ട്. ബിലീവ് ഇൻ ടി വി, അവിനോലോസ് ഓൾവേസ് ടി വി. ഈ ഫ്രെയിം എല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നു. അതേ കൂടുതൽ ഞാൻ പറയത്തില്ല. PO ആഫ്റ്റർ +2 റിസൾട്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് തരാം.
C9 മേടിച്ചു തന്നത് കാസ്ട്രോയെ നീ മറന്നല്ലേന്ന് ബ്രോ. ആരോടാ ഇകളെ പറയുന്നേ കാര്യമുണ്ട്. പോയി വാസന പോയി. 1 down. ചോദിക്കും ഞാൻ പൊട്ടനാ. കവാസാക്കിയുടെ താക്കോല് ഓ എന്നാ അഡ്രസ് വെച്ചാലോ എനിക്ക് കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. എനിക്ക് വേണ്ട. നിങ്ങൾ എന്ത് വെച്ചെടുത്തോ, ആരാന്ന് വെച്ചാൽ വീതിച്ചെടുത്തോ. ഡേ എന്തിന് എടാ, എനിക്ക് ആ വണ്ടി ആ ഒരു ദിവസം തന്നെ പേയ്മെന്റ് 2 ദിവസം ഡിലേ ആയപ്പോഴത്തേക്കിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. അതിനൊക്കെ ഞാൻ എപ്പോഴും ഇതുണ്ടാവും. അതൊക്കെ ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യം എന്തിനെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അയ്യോ ബ്രോ, എനിക്കാരും വണ്ടി വാങ്ങി തന്നിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാ. ലൈക്ക് 2 ദിവസത്തേക്കൊന്ന് റോൾ ചെയ്തു, അത്ര മാത്രം. അതൊക്കെ വാക്ക് കാണാണ്. സോറി പറ. സോറി എന്റെ മിസ്റ്റേക്ക്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് തരാം. മനസ്സിലായ ഞാൻ ഓസയാണേ. ബിനീഷണോട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ബിനീഷണ്ണന്റെ ഇവിടെ നീയായിരുന്നു അത്. അയ്യോ അത് അടൂര് വെച്ച് കണ്ടില്ലേ? ബന്ധുക്കാരൻ പയ്യന. തപ്പി പിന്നെ വന്നില്ലായിരുന്നു. നിന്നെ കാണാൻ ഞാൻ ഇവിടെ വരുമെന്ന് വിചാരിച്ചത് നിന്നെ കാണാനൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടാ. RC ബുക്ക് കാണിക്കുന്നോ? എടാ എന്താണ് നിനക്കൊക്കെ? അല്ല ഇതും +2 റിസൾട്ടും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലായില്ല. സുഖമല്ലേ നിനക്ക്? എല്ലാരും തിരക്കിയത് പറയണ. എടാ ഇതും +2 റിസൾട്ടും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായ? വാസു അപ്പിടുമോ? ഇല്ല ബ്രോ, എനിക്ക് മനുഷ്യനല്ലല്ലോ. ഞാൻ മറ്റേ എല്ലാം ട്യൂബിൽ കൂടെ വലിച്ചു ഇങ്ങനെ വലിച്ചു കളയും. തുപ്പിക്കളയാറേ ഉള്ളൂ. ഓരോ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ഓമൽ കൺമണി ഇതിലേവാ. കറക്റ്റ്. ഇത് നിങ്ങൾ ഇങ്ങനെ കാണണം. ഇത് ഓടിയ കനവിൻ തിരകളിൽ ഒഴുകിവാ, നാടിൻ നായകനാകുവാൻ പിന്നോമനെ ഉണര നീ. ഇത് പോര് കേട്ടാ. പോര്. വെയിറ്റ്. ഓഹോ പുഷ്പ, ഓഹോ ഞാനൊരു പുഷ്പ, പുതുജന്മം നേടിയ പുഷ്പ. കടൽപ്പൺ നേടണ്ട. കടലിലും കായലിലും മുതുക്കേറാജിലും എവിടൊക്കെ ഇട്ടാണോ അടിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടാ. അമ്മമാർക്ക് സിസ്റ്റം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മളെ സിസ്റ്റം മനസ്സിലാക്കി തന്നു പറഞ്ഞ ചാറ്റിൽ പോയിട്ട് മറ്റേ സിസ്റ്റം പഠിപ്പിക്കലാണ് അഡ്ഡമാരുടെയൊക്കെ മെയിൻ പരിപാടി. നത്തിങ് മച്ച് ഹോമി ആഫ്റ്റർ കില്ലിംഗ്. അടിക്കല്ലേ പോയിട്ട് എന്ന് മുതല് സ്പ്രേ ആക്രോസി നോക്ക്. അടിക്കല്ലേ പോയിട്ട് 6x ആണോ അത്? രോമാഞ്ചം. എന്ത് പെട്ടെന്നാണോ അവള് വളർന്നേ. ഇവിടെ സമയൊക്കെ എന്ത് പെട്ടെന്നാ പോണേ. എന്റെ അമ്മോ, ഇവളിപ്പോ എനിക്ക് ഇങ്ങനെ എടുത്തു. എന്റെ കൂരി കഴിക്കാത്ത ഉള്ളായിരുന്നു. ക്ലയന്റിന്റെ ക്യാമറ
ഇപ്പൊ ഇവിടെ ഈ അടി ഉണ്ടാക്കണ എല്ലാവരും ഒരു ഫ്രെയിമിലുണ്ട്, നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാമ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല കൈസ്. എനിക്ക് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പൊടിയൊക്കെ വണ്ടി ഇറക്കും സീൻ ഡാൻസ്. ആയിട്ട് KV അടി നടന്നതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മൾ 14K ആയിട്ട് അടിയായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 14K ആണോ R34 ആണോ? R34 ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു, വെറുപ്പിച്ച ഗാങ്സിനെ വെറുപ്പിച്ചതെന്നൊക്കെ. ഇതെന്നല്ല ശരിക്കും എനിക്ക് உன்னை எத்தனை பேர் கொல்ல துடிக்கிறாங்கன்னு பாக்குறியா? எல்லாரும் நில்லுங்க. താങ്ക്സ് കാർലോ. ഗ്രിഗറി റാസ്പുഡിൻ ഇതാരാടാ? അണ്ണൻ അറിയാലോ? ആരാ? ഓ അണ്ണന്റെ ഒരു ഒജി. ഇതാരത്? ഒജി പോപ്പുലറായിട്ട് പറയണ. ആരാ പറ? ദഫക്. ഓ മൈ ഗോഡ്. ഞാൻ പോണേ, ബൈ. കുറച്ച് നേരം വായിക്കാതെ എന്തായാലും ഇരിക്കട്ടെ. ഓ എനിക്ക് കൂടി തരേ. ഓ ഞാൻ തരാം, നിനക്ക് വായി വെക്കാൻ തരാം. ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി. അച്ഛാ അച്ഛാകാരല്ലേ അച്ഛാ. വാച്ച് പാർട്ടി ആയിരുന്നു ചന്ദ്രന്റെ. ടാർസൻ ആന്റണി കൂ 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 കൂ. ഞാൻ ട്രെയിൻ കയറി പോയിട്ട് വരാം. ബാക്കി കാണാം. உனக்கு இன்னும் 1 மணி நேரம் அவகாசம் இருக்கு. அதுக்கப்புறம் என்னால ஒன்னும் பண்ண முடியாது. வின்ஸ்டன், எல்லாருக்கும் சொல்லுங்க, ஒருத்தரை விடாம சொல்லுங்க. என் பின்னாடி எவன் வந்தாலும் சரி, அது யாரா இருந்தாலும் சரி, நான் ஒருத்தனையும் விட மாட்டேன். எல்லாரையும் கொல்லுவேன். உன்னால முடியும் ஜான். கிளம்பு ஜான். உன்னை எத்தனை എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇന്നലെ ആഘോഷിച്ചതിൻ്റെ ഒക്കെ
ഉള്ളത് നമ്മൾ തിരിച്ചു കൊടുക്കും. ആൻഡ് ഈ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിന്ന എല്ലാ ടി വി ഓഡിയൻസിനും കൈയടിക്കാനുള്ള സിറ്റുവേഷൻ ഞങ്ങൾ ഉണ്ടാക്കി തരും. അത് ഞാൻ തരുന്ന വാക്കാണ്, അത് ഞാൻ ഉറപ്പിക്കാം. മുമ്പും കയ്യടി അപ്പോൾ നമുക്ക് സിറ്റിയിൽ കയറാം.